അസ്സലാമു വറഹ്മത്തുള്ളാഹി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു കൊച്ചു പ്രസംഗം പറയാനാണ് ഞാനിവിടെ വന്നത്. എന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക സാമ്രാജ്യം. 6-ാം നൂറ്റാണ്ടിലാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത്. അന്ന് ലോകം അന്ധകാരത്തിലായിരുന്നു. സൽഗുണ സമ്പന്നനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു അദ്ദേഹം. 40-ാം വയസ്സിൽ നബുവത്ത് ലഭിച്ചു. ആദ്യം കുടുംബത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചു. ശേഷം രഹസ്യ പ്രബോധനവും പരസ്യ പ്രബോധനവും തുടങ്ങി. 53-ാം വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിൽ ഒരു ഇസ്ലാമിക രാജ്യം പിറന്നു. മസ്ജിദുകൾ നിർമ്മിക്കപ്പെടുകയും മസ്ജിദ് നബവി കേന്ദ്രമാക്കി ആരാധനയും തർബിയത്തും മുഴുകി. അനിവാര്യ ഘട്ടങ്ങളിൽ ചില യുദ്ധങ്ങൾ ഉണ്ടായി. മദീന കേന്ദ്രമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഇസ്ലാമിക രാജ്യം നീതിയിലും ധർമ്മത്തിലും മാനവികതയിലും അധിഷ്ഠിതമായിരുന്നു. അതൊരു മാതൃകാ ഭരണകൂടമായി പരിലസിച്ചു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിവിശിഷ്ടമായ ഒരു നാഗരികതയുടെ തുടക്കമായിരുന്നത്. ഗോത്രങ്ങൾ, ജാതികൾ, നിറങ്ങൾ എന്നിങ്ങനെ പലതിന്റെയും പേരിൽ കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏകോദര സഹോദരന്മാരാക്കി ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. ഉള്ളവർ ഇല്ലാത്തവർ തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. അവഗണിക്കപ്പെട്ടവർക്ക് പരിഗണന ലഭിച്ചു. അടിമമോചനം നടപ്പിൽ വരുത്തി. സ്ത്രീകൾക്ക് പദവി ഉയർത്തുകയും സ്ത്രീകൾക്ക്